ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഇരുമ്പമ്പുളി കൊണ്ടുള്ള അച്ചാറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഇരുമ്പമ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇത്രയും വലിപ്പത്തിലുള്ള ഇരുമ്പമ്പുളിയാണ് അച്ചാറിന് നല്ലത്. ഒരുപാട് മൂത്തത് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. ഈ ഒരു വലിപ്പത്തിലുള്ള ഇരുമ്പമ്പുളി പറിച്ചെടുക്കുക. തീരെ ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല, ആ ഒരു മീഡിയം ലെവലിലുള്ള ഇരുമ്പമ്പുളിയാണ്. ഇതെടുത്തിട്ട് ഇനി ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയാക്കി എടുക്കണം. ഇത് വൃത്തിയാക്കി നുറുക്കിയെടുക്കണം. ഇരുമ്പമ്പുളിയൊക്കെ വൃത്തിയാക്കി നുറുക്കിയെടുത്തു കേട്ടോ. ഞാനിത് നീളത്തിലാണ് നുറുക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ നുറുക്കിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് നുറുക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 4-5 പച്ചമുളക് ഇതിൽ കീറിയിടുന്നുണ്ട്. ഞാൻ നാടൻ പച്ചമുളകാണ് എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ ഞാൻ നാടൻ പച്ചമുളകാണ് കീറിയിടുന്നത്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തു. ഇതും വട്ടത്തിൽ അരിയണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളകും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതടച്ച് വയ്ക്കാം. ഇത് 1-2 ദിവസം ഇങ്ങനെ ഉപ്പും പച്ചമുളകും ചേർത്ത് ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ. 1-2 ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് അച്ചാറിടേണ്ട ദിവസം ഇത് തുറന്നിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് അച്ചാറുണ്ടാക്കിയാൽ മതി. ഞാൻ എന്തായാലും ഇത് ഒരു ദിവസമേ വയ്ക്കുന്നുള്ളൂ. നാളെ തന്നെ ഞാനിത് അച്ചാറുണ്ടാക്കും. അപ്പോൾ ബാക്കി നാളെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഉപ്പിട്ട് വെച്ച ഇരുമ്പമ്പുളി എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതാ ഉപ്പിട്ട് വെച്ച ഇരുമ്പമ്പുളി പാകമായിട്ടുണ്ട്. ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇരുമ്പമ്പുളിയിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വെച്ചത്. പക്ഷേ ഇപ്പം ഇതിലിത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഉപ്പിലിട്ട ഇരുമ്പമ്പുളിയിലത്തെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. അങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റിയെടുക്കാം. ഇത്രയും വെള്ളം ഈ ഇരുമ്പമ്പുളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടല്ല ഉപ്പിലിട്ട് വെച്ചത്. ഉപ്പും പച്ചമുളകും മാത്രമാണ് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി ഉപയോഗിച്ചത്. ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വെള്ളം ഇരുമ്പമ്പുളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അച്ചാറിന് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം. അച്ചാറുണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാം. അച്ചാറുണ്ടാക്കാൻ വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോണ വരെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സ്റ്റൗ നന്നായി കുറച്ച് വെക്കണം. സിമ്മിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. പച്ചമണം മാറുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കും. മുളക് പൊടിയുടെ പച്ചമണം മാറി. ഇനി ഇതിലേക്ക് നമ്മൾ ഇരുമ്പമ്പുളിയിൽ നിന്ന് ഊറ്റി വെച്ച വെള്ളം ഒഴിച്ചു. 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. വെള്ളം ഒഴിച്ചു കൊടുത്തതാണല്ലോ, നമ്മൾ തിളച്ച വെള്ളമല്ല പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി ഇതൊന്ന് തിളപ്പിക്കുക. ഇതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ മിക്സ് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ.
ഇരുമ്പമ്പുളി അച്ചാറിൽ വിനാഗിരി ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കൂടുതൽ കാലം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ഇതിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാനാണെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇരുമ്പമ്പുളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചൂടോടുകൂടി ഇരുമ്പമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുമ്പമ്പുളി വെന്ത സ്വാദാണ് അച്ചാറിന് കിട്ടുക കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മസാല തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. തണുത്തതിന് ശേഷം മാത്രം ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഇരുമ്പമ്പുളിയിൽ മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത്, മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ കായപ്പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും വീണ്ടും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഉലുവപ്പൊടിയും. ഉലുവപ്പൊടി ഒരിക്കലും ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അതിനൊരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ആറിയതിന് ശേഷം മാത്രമേ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാവൂ. കായപ്പൊടി ഉലുവപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇരുമ്പമ്പുളി കൊണ്ട് ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.